ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. വീട്ടിൽ നല്ലൊരു കാളനെ ഇന്നലെ രാത്രിയാണ് കേട്ടോ കൊടുന്നത്. അത് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം, നല്ലൊരു കണ്ടന്റ് കിട്ടിയല്ലോ എന്നുള്ളത്. അത് നേരെ വെളുക്കുമ്പോഴേക്ക് കച്ചവടമാവും ചെയ്തു. കച്ചവടം ആയതും പോരാ, എങ്ങനെയാണ് ഒരു കാളനെ വിൽക്കുമ്പോൾ അതിനെ കൈമാറൽ എന്നുള്ളൊരു വീഡിയോ എനിക്ക് എടുക്കാനും പറ്റി. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കാളനെ കൈമാറുന്ന രീതിയാണ് കേട്ടോ. വെറുതെ വരിക, കാണുക, അതിനങ്ങോട്ട് വണ്ടി കയറ്റി കൊണ്ടുപോവുക, അങ്ങനെയല്ല ശരിക്ക് കാളോട്ടിനുള്ള കാളകളെ കൈമാറ്റം ചെയ്യൽ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കാളകളെ വിൽക്കുമ്പോൾ കയറ് കൈമാറുക കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹം കേട്ടോ. കാരണം എൻ്റെ കാളോട്ട് ആ വീഡിയോൻ്റെ ഒക്കെ താഴെ ഇതറിയാത്ത കുറേ പേര് കമൻറ്റിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചു തരാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കൽ. പക്ഷേ നമുക്ക് എപ്പോഴും ഇത് ഒത്തോളണമെന്നില്ലല്ലോ, ഇതിന് പറ്റിയൊരു സാഹചര്യം കൂടെ വരണ്ടേ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ. രാത്രി കുറേ വൈകിട്ടേ പാലക്കാട്ടിൽ നിന്നാണ് ഈ ഒരു കാളനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രാത്രി വന്ന് തൊഴുത്തിൽ കെട്ടിയപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കായിട്ട്, പക്ഷേ അപ്പം എന്തായാലും ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ നേരം വെളുത്തപ്പോഴാണെങ്കിൽ നല്ല മഴ. ഞാനിത് എങ്ങനെ എടുക്കാന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. ഉപ്പ പറഞ്ഞേ അതിനൊപ്പം തന്നെ പുറത്തേക്ക് ഇറക്കാൻ പറ്റൂല, മഴ ഉണ്ട്. പിന്നെ അതുമല്ല, ഇന്നലെ അത്രയും യാത്ര ചെയ്ത് വന്ന് ക്ഷീണിച്ചതാണ്. അതങ്ങനെ കിടന്നിട്ടുമില്ല, ഭക്ഷണം കഴിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ അതിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല പറഞ്ഞ്. ഉപ്പാക്ക് ഞങ്ങളെ മക്കളെക്കാളും അല്ലെങ്കിൽ മക്കളെ പോലെയാണ് കന്നാളും, ഇടങ്ങാറാക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ ഈ കാളകൾക്ക് ഭക്ഷണം കഴിക്കാനും ഇങ്ങനെ തൊഴുത്തേക്ക് മാറ്റി കെട്ടിയാലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാനൊക്കെ ഉള്ള മരുന്നുകളും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ എടുക്കാൻ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പിന്നെ ഒതുക്കുങ്ങലുള്ളൊരു ടീം വന്നിട്ട് കച്ചവടമായത്. അതുകൊണ്ടാണ് എനിക്ക് ആ വീഡിയോ കിട്ടിയത്. അപ്പോൾ അവർ പിന്നെ ആ കന്നിനെ കൊണ്ടുപോവാണ്. കച്ചവടമൊക്കെ ആയി, അവർക്ക് കയറൊക്കെ കൈമാറി. പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഉപ്പാൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഈ കാളനെ കൊണ്ടുപോവാണ്. ഈ ടീമേ പിന്നെ പാലക്കാട് ചെന്നുങ്ങാണ്ട് ഉപ്പത് എടുക്കുന്ന സമയത്ത് തന്നെ ഉപ്പാനോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരം വെളുത്തിട്ടും ഒക്കെ കേട്ടോ. കാരണം അത്രയും സെറ്റുള്ള സാധനമാണ്. നമുക്കെന്നെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുകയാണ്. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് ഫുഡൊക്കെ കൊടുത്ത് ഒന്നുകൂടെ അങ്ങോട്ട് സെറ്റായാണ്ടല്ലോ, കാണുമ്പോൾ നല്ല ചൊറുക്ക് വയ്ക്കാരം. സത്യം പറഞ്ഞാലേ ഈ കാളൻ്റെയും മൂരിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ അങ്ങനെ നടന്നിട്ടും ഉപ്പ ഇങ്ങനെ പറയണൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചിലതിൻ്റെ ലക്ഷണമൊക്കെ അറിയാം. ഇതിനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇഷ്ടം അതുകൊണ്ടാണ് തോന്നുന്നത്. കൊണ്ടുപോകാൻ നേരത്തെ എനിക്ക് ഇപ്പോൾ പുറത്തേക്ക് കെട്ടിങ്ങാണ്ടേ കുറേ നേരം നിർത്തി തന്നു, വെച്ച് പറഞ്ഞ പോലെ വീഡിയോ എടുത്തോന്ന് പറഞ്ഞങ്ങാണ്ട്. അങ്ങനെ കാലിനെ കൊണ്ടുപോകാൻ വേണ്ടി കുഞ്ഞുപകാക്ക വന്നിക്കണ്. അങ്ങനെ വണ്ടിയിൽ കയറ്റിങ്ങാണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ എനിക്ക് പിന്നെ എങ്ങനെയാണ് ഈ തൊഴുത്ത് മാറ്റി കെട്ടുമ്പോൾ മരുന്ന് കൊടുക്കലോ അവർ ശ്രദ്ധിക്കേണ്ടോ ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. ചന്തയിൽ നിന്നാണ് എടുത്ത് കൊണ്ടുവരൽ വെച്ചെങ്കിൽ പിന്നെ ഈ എന്തെങ്കിലും അസുഖമൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയമാണെങ്കിൽ ഉപ്പ മഞ്ഞളൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ കുഴമ്പുമ്മ കൂടെയൊക്കെ പാർന്നിട്ടാണ് പുറത്ത് കെട്ടി കഴുകിയിട്ട് ആണ് തൊഴുത്തേക്ക് കയറ്റൽ. കാരണം നമ്മളെ തൊഴുത്തിലൊരു മൂരി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മൂരി അത്യാവശ്യം നല്ല വില ഉള്ളതാണ്, അവരെ ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെയാണ് കയറ്റൽ. ഇനി ഇതുണ്ടല്ലോ, ഉപ്പ മരുന്നുണ്ടാക്കുകയാണ്. അതായത് ഇന്നലെ അത്രയും യാത്ര ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ആ ഒരു കാള തൊഴുത്തിൽ അങ്ങനെ കടന്നിട്ടുമില്ല, ഫുഡ് അങ്ങനെ കൂടുതൽ കഴിക്കണമില്ല. അപ്പോൾ ഉപ്പ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇഞ്ചി കുറച്ച് അധികം വലുതെടുത്തിട്ട് ചതക്കുകയാണ് കേട്ടോ. ഇനി ഈ ഒരു ചതച്ച ഇഞ്ചിക്ക് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം കുഴച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കും കേട്ടോ. ചില സമയത്ത് കുഴച്ചിട്ട് കൊടുക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. ഇന്നലെ തന്നെ ഒരു 5 പാരസിറ്റാമോളേറ്റ് കൊടുത്തിട്ടാണ് അതിനെ തൊഴുത്തേക്ക് കയറ്റിയിരിക്കുന്നത് കേട്ടോ. കാരണം പനിക്കോ എന്തെങ്കിലും ചെയ്താൽ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ മേലുവേദന ഉണ്ടാകുമോ വിചാരിച്ചിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ കഴിച്ചുനേപ്പിൻ്റെ ഇല, ആര്യവേപ്പിൻ്റെ ഇല, അതിവിടെ മരം ഉണ്ട് കേട്ടോ. നമുക്ക് അറിയുണ്ടാവും ഏതാണെന്നുള്ളത്. അത് നല്ലോണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചിട്ടുള്ള ഇഞ്ചിയും കുരുമുളക് പൊടി ഒരു വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ മടക്കിട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് ആ ഒരു കാളനെ പിടിച്ചിട്ട് അതിൻ്റെ വായയ്ക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. അല്ലാതെ ആ ഒരു മിക്സ് ആക്കിങ്ങാണ്ട് കൊടുക്കുമ്പോൾ ഒരു തിന്നൂലല്ലോ, കൊടുക്കാനും ബുദ്ധിമുട്ടല്ലേ. ഒരുവിധം കുറേ ഫുഡുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. വൈക്കോലിലോ വായൻ്റെ ഇലയിലല്ല ഞാൻ കണ്ടത്, വൈക്കോലിലൊക്കെ കൊടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ പിടിച്ചിട്ട് ഉപ്പ അതിൻ്റെ വായയ്ക്ക്
ശരിക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിക്കും ചെയ്യും. ശരിക്കും എഫക്റ്റീവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ച് കൊടുത്ത് ഞാൻ അകത്തേക്ക് പോന്നു. പിന്നെ ഒരു 1 hour കഴിഞ്ഞങ്ങാണ്ട് അങ്ങോട്ട് ചെന്നുങ്ങാണ്ട് ഉപ്പ നോക്കാൻ പറഞ്ഞപ്പോൾ അത് ശരിക്ക് തിന്നുന്നുണ്ട്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കണം. കാരണം പിന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസമില്ലെങ്കിലോ, അതുകൊണ്ടാണ് വിത്ത് പ്രൂഫ് ഞാൻ വന്നത്. കണ്ടോ നോക്ക്, ഇത് കഴിക്കണുണ്ട്. ഇനിയിപ്പോൾ അത് കുറേ നേരം കഴിക്കണുണ്ടായിരുന്നു. അത് കഴിഞ്ഞങ്ങാണ്ട് അത് കിടക്കണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇതിന് ഇപ്പോൾ പറഞ്ഞത് ബുദ്ധിമുട്ട് കിടക്കണില്ല കഴിക്കണില്ല എന്നുള്ളതായിരുന്നു. ആ ഒരു ഫുഡൊക്കെ കൊടുത്തപ്പോഴേക്കും അത് കിടക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയണെന്നോ, പിന്നെ എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളണം എന്നില്ലല്ലോ. എനിക്കും അറിഞ്ഞിട്ടല്ല, ഉപ്പ പറഞ്ഞു തരുന്നതാണ്. ഉപ്പാക്കും എല്ലാം അറിഞ്ഞിട്ടല്ല, അറിയുന്നത് പറയാന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആകുമല്ലോ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആഗ്രഹിച്ച തരത്തിൽ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ ആണ് എനിക്ക് കാണിച്ചു തരാൻ ഇഷ്ടപ്പെടുന്നത്. ഇന്ന് എല്ലാം എനിക്കതിന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യവും പിന്നെ അതിന് പറ്റിയിട്ടുള്ള ക്ലിപ്പും കന്നിനെയും ഒക്കെ കിട്ടി. ഏതായാലും നിങ്ങൾക്കും ഈ ഒരു സന്തോഷം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കും വേണ്ട. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.